ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ എപ്പിസോഡ് 4 ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ റൂട്ടീനാണ്. നമ്മുടെ ബോഡിയിലെ വേറെ ഏത് ഓർഗനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നും. നമ്മുടെ സ്കിന്നിൽ നമ്മളെന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് എപ്പോഴെങ്കിലും ഗ്ലോയിങ് ആയിട്ട് തോന്നണം എന്ന് കരുതിയിട്ട് നമ്മൾ അറ്റ് എ ടൈം നമ്മളൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും കെയറിങ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളതൊരു റൂട്ടീൻ പോലെ സ്കിന്നിനെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏതെങ്കിലും ഫങ്ഷന് നമ്മുടെ സ്കിന്ന് നമ്മളായിട്ടൊരു കോപ്പറേഷൻ നടത്തുള്ളൂ. കാര്യം നമ്മളൊരു റൂട്ടീൻ പോലെ ചെയ്യുന്ന ഡിഫറൻസും പെട്ടെന്ന് നമ്മൾ ഫേസിൽ അത്രയും നാൾ നമ്മൾ ഫേസിലൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് നമ്മളുണ്ടാക്കുന്ന ചെയ്യുന്ന ഓരോ കെയറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒരു റൂട്ടീനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നാലും നമ്മുടെ കയ്യിൽ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം നമ്മൾ എന്താ നമ്മുടെ സ്കിന്നിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു റൂട്ടീൻ പോലെ നമ്മുടെ എങ്ങനത്തെ ടൈപ്പ് സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണോ, നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അക്കോർഡിംഗ് ടു അവർ സ്കിൻ ടൈപ്പ് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ എന്ത് ചെയ്യാനും. അപ്പോൾ ഈ സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയൊക്കെ ചെയ്യണം, അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ്, ഡ്രൈ സ്കിന്നിന് എങ്ങനത്തെ പ്രോഡക്റ്റ്സ് വേണം, ഓയിലി സ്കിന്നിന് എങ്ങനത്തെ പ്രോഡക്റ്റ്സ് വേണം, കോമ്പിനേഷൻ സ്കിന്നിന് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലെൻസിങ്. നമ്മൾ ക്ലെൻസ് ചെയ്യുക ഫേസ്. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഫേസ് വാഷ്, ഒരു ജെൻറ്റൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പോൾ ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ ടീ ട്രീ അടങ്ങിയിട്ടുള്ള അധികം ഹാർഷ് അല്ലാത്ത ഫേസ് വാഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓയിലി ഡ്രൈ സ്കിന്നിന് പറ്റി അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ക്ലെൻസർ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ചെല്ലുവാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഇങ്ങനത്തെ സ്കിന്നിനുള്ള ക്ലെൻസർ വേണം, അതനുസരിച്ച് ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും നമ്മൾ ക്ലെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഇച്ചിങ്ങോ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ക്ലെൻസറിലേക്ക് മാറാം. അത് തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യരുത്. പിന്നെ നമ്മളിപ്പോൾ മേക്കപ്പ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് ചെയ്യരുത്. ആ ടൈമിൽ നമ്മൾ ഡബിൾ ക്ലെൻസിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് എന്തെങ്കിലും ഒരു മിസലാർ വാട്ടറോ അതാണ് നല്ലത്. ഗാർണിയറിൻ്റെ നല്ലൊരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് പിന്നെ ക്ലെൻസർ ഉപയോഗിക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പും ഫസ്റ്റ് സ്റ്റെപ്പുമാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ. ഇപ്പം നിങ്ങൾ പിന്നെ ഈ ക്ലെൻസിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലെൻസിങ്ങിൽ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണറാണ്. സ്കിൻ കെയർ റൂട്ടീനിൽ പലപ്പോഴും മിസ്സാക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മിസ്സാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് നമ്മുടെ ടോണർ. ഫേസ് ടോണർ നമ്മളെ പലരും മിസ്സാക്കും. പക്ഷേ ഫേസ് ടോണറും അതുപോലെ തന്നെ ക്ലെൻസിങ്ങും എല്ലാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ് ഫേസ് ടോണറും. അതായത് ഇതൊരു സ്പ്രേ ടൈപ്പ് ആയിരിക്കും, കൂടുതലും സ്പ്രേ ടൈപ്പ് ആയിരിക്കും നമ്മൾ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫേസിലുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഒരു pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് pH നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് ടോണർ വെച്ചിട്ട്. കാര്യം നമ്മൾ ഈ ക്ലെൻസിങ്, മോയ്സ്ചറൈസർ അങ്ങനെ ഓരോ സംഭവം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിലുള്ള ഒരു pH നഷ്ടപ്പെടരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ടോണർ യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ടോണർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡീപ്പായിട്ട് ഹിഡൻ ആയിട്ട് ചിലപ്പോൾ ഡേർട്ട്, പൊല്യൂട്ടൻ്റ് ഉണ്ടാവും നമ്മുടെ ഫേസിൽ. അതും കൂടി നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നതോടുകൂടി മാറും. അപ്പോൾ ടോണർ ആരും മിസ്സാക്കരുത്. ടോണർ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ടോണേഴ്സ് ഉണ്ട്. റൈസ് വാട്ടർ ടോണറൊക്കെ ബെസ്റ്റാണ് സ്കിൻ കെയറിന്. റൈസ് വാട്ടർ ടോണർ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ബെനിഫിറ്റ് കിട്ടിയൊരു ടോണറാണ് റൈസ് വാട്ടർ ടോണർ. നിങ്ങളൊരു സ്പ്രേ ബോട്ടിൽ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയാവും. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് നമ്മൾ ടോണർ ഉപയോഗിച്ചു. അപ്പം നമ്മുടെ ഏകദേശം ഹിഡനായിട്ട് കിടക്കുന്ന പൊല്യൂട്ടൻറ്റും ഡേർട്ടും എല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ആയതിനു ശേഷം
നമ്മളുടെ ഫേസിൽ ആക്നെ മാർക്ക് അല്ലെങ്കിൽ ആക്നെ സ്പോട്ട് അല്ലെങ്കിൽ ആക്നെ ഡാർക്ക് സ്പോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതായത് ഇതിപ്പോൾ ക്ലിയർ സ്കിന്നാണ്, ആക്നെയും ഡാർക്ക് മാർക്കും ഒന്നും ഇല്ലാത്തവരാണ് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാട്ടോ, വേണ്ട. അവർ പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട. അങ്ങനെയുള്ളവർക്ക് മാത്രം നിങ്ങൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനുള്ള എന്തെങ്കിലും ക്രീമോ ആക്നെ ഉള്ള പ്ലേസിൽ മാത്രം തേക്കാൻ വേണ്ടി എന്തെങ്കിലും ക്രീമോ ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡ് സെറംസോ എന്തെങ്കിലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉള്ളത് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഈ തേർഡ് സ്റ്റെപ്പ്, സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഓർ ആക്നെ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ അഥവാ സ്പോട്ട്സും ആക്നീസൊക്കെ ഉണ്ടെങ്കിൽ അതിനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് കൊടുക്കണം. സാധാരണ ഒരു കോമ്പിനേഷൻ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ ഈ ആക്നെ ഉള്ള ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക. കാര്യം അതൊന്നും കൂടി ഹാർഷായി കഴിഞ്ഞാൽ ആക്നെ മാറില്ല. അപ്പോൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഈ സ്കിൻ കെയർ റൂട്ടീനും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഓർ ആക്നെ ട്രീറ്റ്മെൻറ്റ്. ഈ പിമ്പിൾ പാച്ചസ് ഒക്കെ വെക്കില്ലേ, അതൊക്കെ ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം. പക്ഷേ ഈ ടൈമിൽ നമ്മൾ ക്രീംസ് എന്തെങ്കിലും ബേസ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പാണ് ഫേസ് സെറംസ്. ഫേസ് സെറംസ് നമ്മൾ നേരത്തെ ഞാൻ ആക്നെയുടെ കാര്യം പറഞ്ഞല്ലോ, ആക്നീസൊന്നും ഡാർക്ക് സ്പോട്ട്സൊന്നും അധികം ഇല്ലാത്തവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബായി കഴിഞ്ഞിട്ട് നമുക്ക് സെറംസ് യൂസ് ചെയ്യാം. സെറംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുയോജ്യമായിട്ടുള്ള ഫസ്റ്റ് തിങ് സെറം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാം. ആ ടൈപ്പിന് കോമ്പിനേഷൻ സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ആ ടൈപ്പിനുള്ള സെറംസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട നമുക്ക് എന്താണ് പർപ്പസ്. നമുക്കിപ്പോൾ ഡ്രൈനെസ് മാറാൻ അതിനുള്ള സെറം, പിന്നെ എനിക്ക് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ് എൻ്റെ ഫേസിലെ സ്കിന്ന്, അതിനുള്ള സെറംസ്. പിന്നെ നമുക്കൊന്ന് ഈവൻ ടോൺ ആവണം, നമ്മുടെ സ്കിൻ ഫേസിൽ ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്, അതിനുള്ള സെറം. അങ്ങനെ വേണം ഫേസ് സെറംസ് യൂസ് ചെയ്യാൻ. ഫേസ് സെറംസ് ഒരു 2-3 ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് സെറംസ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജെൻറ്റിൽ മസാജ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ നേരം കൊണ്ടിരുന്ന് മസാജ് ചെയ്യലല്ല, കുറച്ച് നേരം ആ സ്കിന്നിലേക്ക് ആ സെറം ഒന്ന് അപ്ലൈ ആവണ വരെ ജെൻറ്റിലി ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പായിട്ട് നമുക്ക് സെറംസ് യൂസ് ചെയ്യാം. ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ് ഫേസ് സെറംസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഇത് ചെയ്താലും ഇതിത്തിരി കൂടുതലും കരുതി വേണം ഈ ഫേസ് സെറംസ് വാങ്ങിക്കാനായിട്ട്. അടുത്ത നമ്മൾ അണ്ടർ ഐ ക്രീംസ്. ഫേസ് സെറംസ് നമ്മളിപ്പോൾ ഫേസ് സെറം ആണെങ്കിലും നമ്മൾ വേറെ എന്ത് ക്രീംസ് യൂസ് ചെയ്യണം എല്ലാത്തിലും ഒരു പ്രിക്കോഷൻ ഉണ്ടാവും. നമ്മുടെ ഐസിൻ്റെ ചുറ്റും യൂസ് ചെയ്യരുതെന്ന്. എന്നാൽ നമുക്ക് ഐസിൻ്റെ ചുറ്റും ഡാർക്ക് കളറുണ്ട് എങ്കിൽ നമ്മൾ അണ്ടർ ഐ ക്രീം ഇടണം. കാര്യം നമ്മുടെ ഫേസ് മൊത്തം ഗ്ലോയിങ് ആണ്, പക്ഷെ നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് കളറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഫൗണ്ടേഷനും കൺസീലറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിലും നമുക്ക് നാച്ചുറലി നമ്മുടെ സ്കിന്നിന് ഐയുടെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യാം. അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതലും നൈറ്റ് കെയറിലാണ്, നമ്മുടെ PM സ്കിൻ കെയർ റൂട്ടീനിൽ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അണ്ടർ ഐ ക്രീമാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അണ്ടർ ഐ ക്രീം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ചുറ്റും, നമ്മുടെ കണ്ണിന് ചുറ്റും മാത്രം, കണ്ണിന് ചുറ്റുമല്ല കണ്ണിൻ്റെ താഴെ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് അബ്സോർബായി കഴിയുമ്പോഴാണ് നമ്മുടെ മോയ്സ്ചറൈസർ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മൺസൂൺ റെയിനി സീസണിൽ നമ്മുടെ സ്കിന്നെ കൂടുതൽ ഇപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാനാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസറിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കുക. അതായത് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കില്ലേ, അത്രയും ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസർ. ഇതും നമ്മൾ ഒട്ടും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സ്കിൻ കെയർ ആണ് മോയ്സ്ചറൈസിങ്. എനിക്കൊരു ഫാർമസി പ്രൊഡക്റ്റാണ് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പ്രൊപ്പലൈൻ ഇമോലിൻ എന്ന് പറഞ്ഞാൽ 400 ബിലോ ആണ് പ്രൈസ്. അപ്പോൾ പിന്നെ പോൺസിൻ്റെ അങ്ങനെ പല നമുക്ക് എക്സ്പെൻസീവ് ഒട്ടുമല്ലാത്ത നല്ല മോയ്സ്ചറൈസേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ മോയ്സ്ചറൈസറും മറക്കരുത്.
പിന്നെ നമ്മുടെ സ്കിൻ എന്തോരം ഡീഹൈഡ്രേറ്റഡ് ആണ്, ഡ്രൈ ആണ്, അത് വെച്ചിട്ടാണ് നമുക്ക് ആക്നീസും പിമ്പിൾസൊക്കെ കൂടുതലും വരാനുള്ള റീസൺ. അപ്പം നമ്മൾ മോയ്സ്ചറൈസർ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെച്ച് ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്തിയാൽ നമ്മുടെ ആക്നിയും അതുപോലെ അത് പൊട്ടിയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പം മോയ്സ്ചറാണ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു AM റൂട്ടീൻ ഇതില്ലാതെ പറ്റില്ല എന്ന് ഉള്ളൊരു എല്ലാവർക്കും അറിയാം SPF. അതായത് SPF എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ മഴക്കാലമാണെങ്കിലും ഇപ്പോൾ TV കാണുകയാണെങ്കിലും ലാപ്പിലാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലെങ്കിൽ കൂടി നമ്മൾ SPF യൂസ് ചെയ്യാം. SPF എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് SPF ഇട്ട് പോകുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് SPF എന്ന് പറഞ്ഞാൽ. സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ സ്കിൻ അനുസരിച്ച് വാങ്ങിക്കാം. ചില സൺസ്ക്രീൻ നമുക്ക് എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ആ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ചില സൺസ്ക്രീൻ കുറച്ച് ഓയിലി ആയിരിക്കും. അപ്പോൾ ഈ ഓയിലി സ്കിൻ ഉള്ളവർ ഇടുമ്പോഴത്തേക്കും ഒന്നുകൂടി എണ്ണമയം പോലെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്ന കുറച്ച് ഡാർക്കായിട്ട് ഫേസ് കുറച്ച് ഡാർക്കായിട്ടും ഇരിക്കുന്ന ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത് കുറച്ച് ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. പിന്നെ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജെൽ സൺസ്ക്രീനാണ്. കാര്യം പെട്ടെന്ന് നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കിട്ടുന്നത് ജെൽ സൺസ്ക്രീൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സൺസ്ക്രീൻ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക സൺസ്ക്രീന്. പിന്നെ SPF 30-40 എബവ് വേണം എപ്പോഴും വാങ്ങിക്കാനായിട്ട്. കാര്യം ഇപ്പം മഴയാണ്, നമ്മൾ SPF 30 അടിക്കാം, കുറഞ്ഞ SPF വരെ വില കൂടുതലല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. SPF കൂടിയത് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മളൊരു 7-8 സ്റ്റെപ്സ് എന്തോ സംസാരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലെല്ലാ സ്റ്റെപ്സിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ 7 സ്റ്റെപ്സും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതിൽ AM PM റൂട്ടീൻ ഡിഫറൻഷിയേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. വീഡിയോ അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാഞ്ഞത്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. AM PM റൂട്ടീൻ, അതായത് നമ്മൾ രാവിലെ നമ്മൾ സ്കിൻ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ രാത്രി സ്കിൻ കെയർ ചെയ്യുമ്പോൾ. അതിന് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഓർഡറിൽ സ്കിൻ കെയർ ചെയ്ത് സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി ഹെൽത്തി ആയിട്ട് വെക്കുക. പിന്നെ നമ്മൾ പുറമേ, ഞാൻ എത്രയൊക്കെ സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞാലും നമ്മൾ പുറമേ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ സ്കിന്നിന് വേണ്ട ഫുഡ് നിങ്ങൾ കഴിക്കുകയും കൂടി ചെയ്യാം. സ്കിൻ ഗ്ലോയിങ് ആയിട്ടിരിക്കുന്ന അതിനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്കിൻ ഗ്ലോയിങ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഫുഡ്സ്, നമുക്ക് എപ്പോഴും നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻവോൾവ് ആക്കാൻ പറ്റുന്ന ഫുഡ്. അപ്പോൾ നമ്മൾ സ്കിൻ പുറമേ എന്തെങ്കിലും ചെയ്താൽ മാത്രം പോരാ, അകത്തും കൂടി നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നല്ല 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 ഫുഡ്സ് കഴിക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി ഒഴിവാക്കാം. അങ്ങനത്തെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്നിന് വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എക്സ്പെൻസീവാണ്, കൂടുതൽ റിവ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നിർത്തുക. കാര്യം ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ഇടുന്ന പ്രൊഡക്റ്റ് അവരുടെ സ്കിന്നിന് ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കാം, പക്ഷെ നമ്മുടെ സ്കിന്നിന് അതിന് സ്യൂട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ ആരുടെയെങ്കിലും റിവ്യൂസ് കേൾക്കാതെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെത്തി വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏതെങ്കിലും റിവ്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, അത് പറയുന്ന കേട്ടിട്ട് ആരും യൂസ് ചെയ്യാതിരിക്കാം. അവരവരുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി അതിനുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സ്കിൻ റൂട്ടീൻ ഫോളോ ചെയ്യുക, സ്കിൻ ഹെൽത്തി ആയിട്ട് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.